ഗംഭീരമായിരിക്കുന്നു. ഇതെല്ലാം കാണുമ്പോ അലാവുദ്ദീനും അത്ഭുത വിളക്കിന്റെയും കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ മുകളിൽ സൈഡിലുള്ള ബെഡ്റൂമാണ് ഗീതയ്ക്ക്. എന്റെ മകൾ ഗീതയ്ക്കോ? നമ്മുടെ മോൾക്ക്. അവൾ കഷ്ടപ്പെട്ട് അവിടെ പഠിക്കുകയല്ലേ, ഇനി ഇങ്ങോട്ട് വരട്ടെ. ഈ സ്വത്തുക്കളെല്ലാം അനുഭവിക്കേണ്ടത് ഇനി അവളല്ലേ? ശോഭേ, നിന്നെപ്പോലെ നല്ല മനസ്സുള്ള ഒരു സ്ത്രീയെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. അപ്പോ ഗീതയ്ക്ക് ലെറ്റർ എഴുതി ഉടനെ ഇനി വരാൻ പറയണം. ശരി. മീനാക്ഷി, ദേ, വിവരം അറിഞ്ഞോ? നമ്മുടെ മോളിപ്പോ ലക്ഷപ്രഭുവായി. ആ ശിവക്ഷേത്രത്തിനടുത്തുള്ള വലിയ ബംഗ്ലാവിൽ താമസമാക്കി. നന്നായിരിക്കട്ടെ. നമുക്കൊന്ന് പോയി കാണണ്ടേ? പോണോ? പിന്നെ കല്യാണം കഴിഞ്ഞ് മോളെ പോയെന്ന് കണ്ടില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? എനിക്കറിയാം എന്റെ അച്ഛനും അമ്മയും വരുമെന്ന്. രക്തബന്ധം മറക്കാൻ ഒക്കുവോ മോളെ? സാറിന് എന്താ കാണാത്തത്? അമ്മ വന്നെന്നറിഞ്ഞ് പേടിച്ച് ഒളിച്ചിരിക്കുക. പോടാ, സാറ് വിവരമുള്ളവനാ. ഇത്രയും സ്വത്തൊക്കെ ഉണ്ടായിട്ടും ഒരു നല്ല മാല പോലും നിന്റെ കഴുത്തിലില്ലല്ലോ മോളെ. മാലയും ആഡംബരവും ഒക്കെ എത്ര നാൾ നിൽക്കുമേ? മനസ്സ് നന്നായിരുന്നാൽ പോരെ? അതൊന്നും പോരാ, വേണ്ടതൊക്കെ ഇപ്പൊ മേടിച്ചോണം. മനുഷ്യരല്ലേ, എപ്പോഴെന്താ നടക്കാന്ന് പറയാൻ ഒക്കുമോ മോളെ? ആ, ഞാൻ ഈ വീടൊക്കെ ഒന്ന് നോക്കി കാണട്ടെ. മാമോനെ, ശോഭേ, പണത്തിന് വേണ്ടി നീ വിവാഹം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഈ ഒരു സത്യമെങ്കിലും അറിയാനുള്ള അവകാശം അച്ഛനെ വിട്ടേരില്ലേ? എന്റെ ഇഷ്ടത്തിൽ കവിഞ്ഞ് വേറെ കാരണമൊന്നുമില്ല. ഒരു മകളെന്ന നിലയിൽ നിനക്ക് എല്ലാം തുറന്നു പറയാൻ കഴിഞ്ഞില്ല എന്ന് വരും. പക്ഷേ ഇത്രയും നാൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരു സ്നേഹിതനെ പോലെ ഞാൻ ചോദിക്കുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് സമാധാനം പറയേണ്ടി വരില്ലേ? ഞാൻ ഇത്രയൊക്കെ ചോദിച്ചിട്ടും നീ ഒന്നും പറയുന്നില്ലല്ലോ മോളെ. അച്ഛൻ ഊണിരിക്കാൻ വരണം. ആ, ഞാൻ ഇപ്പോ പോയില്ലെങ്കിൽ സ്കോട്ടിൽ സമയത്തിന് എത്താൻ പറ്റില്ല. മീനാക്ഷി, കൊള്ളാം. മരുമോന്റെ വീട്ടിൽ വന്നിട്ട് കൈ നനയ്ക്കാതെ പോയാൽ കുറുപ്പ് സാർ എന്ത് വിചാരിക്കും? പണക്കാരായപ്പോ ഉണ്ണാൻ നിന്നില്ല എന്ന് പറയും. That's all. മോളെ, അവധി കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ വരാം. സാറിനെ പ്രത്യേകം ഗവനിച്ചോണേ. എന്താണ് അവർ ആഹാരം കഴിക്കാതെ പോയത്? അതിന് അച്ഛൻ മറുപടി പറഞ്ഞല്ലോ. നല്ല അന്തസ്സുള്ള ഒരു മനുഷ്യൻ. ആ, ഗീതയുടെ മറുപടി വന്നില്ലല്ലോ. എഴുത്ത് കിട്ടിയാലുടനെ അവൾ വരും. മോളെ, ഒരു പ്രത്യേക ചുറ്റുപാടിൽ ഞാനൊരു വിവാഹം കഴിക്കേണ്ടതായി വന്നു. അമ്മയില്ലാതിരുന്ന നിനക്ക് ഒരു ചെറിയമ്മയെ കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോ ലക്ഷപ്രഭുവാണ്. ശോഭ വീട്ടിൽ കാലെടുത്ത് വെച്ചതോടെയാണ് നമുക്ക് ഈ ഭാഗ്യം വന്നത്. ലക്ഷ്മി, എന്താ? ഇനി ഫ്ലാസ്ക് കഴുകിക്കൊണ്ടോ, സാറിന് ചായ കൊണ്ട് വെക്കണം.
വരൂ ഗീതേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. നിങ്ങളാണോ എന്റെ അച്ഛൻ വിവാഹം കഴിച്ച സ്ത്രീ? അതെ, നിന്റെ ചെറിയമ്മ. എന്റെ പ്രായമുള്ള നിങ്ങൾ എന്റെ ചെറിയമ്മയോ? പ്രായമല്ല കുഞ്ഞെ, മനസ്സാണ് ഒരു അമ്മയ്ക്ക് വേണ്ടത്. പണത്തിനു വേണ്ടിയുള്ള ഒരു സ്നേഹവും ബന്ധവും. ലക്ഷ്മി, ദാ ഗീതക്കുഞ്ഞിന്റെ ബാഗ് വാങ്ങി മോളിൽ കൊണ്ടുപോകൂ. ഗീതേ, നിനക്ക് അവിടെയാണ് റൂം. വാ മോളെ. നീ വരാൻ താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു എഴുത്ത് കിട്ടിക്കാണുകയില്ലെന്ന്. എഴുത്ത് കിട്ടി, നടന്ന വിശേഷം അറിഞ്ഞു, വളരെ സന്തോഷം. പക്ഷേ അച്ഛൻ ഇങ്ങനൊരു പ്രവൃത്തി പിന്നെ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന മോളെ വിളിച്ചു നിർത്തിയാണോ വിശേഷങ്ങൾ ചോദിക്കുന്നത്? ഗീതേ, പോയി കുളിക്ക്. ഇന്ന് ഈ നാടകത്തൊക്കെ മതി. കോളേജിൽ പോയി ഗീതയ്ക്ക് ആപ്ലിക്കേഷൻ ഫോം വാങ്ങണ്ടേ? ശരി. ആ പിന്നെ പോരുന്ന വഴിക്ക് ഗീതയ്ക്ക് 5-6 നല്ല ഡ്രസ് കൂടി വാങ്ങിച്ചോണ്ട് വരണം. ശരി. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഈ ഫാഷൻ ഡ്രസ് ഒന്നും വാങ്ങിക്കാൻ അറിഞ്ഞൂടാ. കൊള്ളാം, നല്ല അഭിനയം. വിശ്വാമിത്രനല്ല, ആരായിരുന്നാലും മയങ്ങിപ്പോകും. ഇതേ, നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ടോ? എന്നാ തുറന്നു പറയാം, എന്നോട് പോലും പറയാതെ ഇത്ര രഹസ്യമായി അച്ഛൻ വിവാഹം നടത്തിയത് എന്തിനാ? അങ്ങനെ നടത്താനൊരു സന്ദർഭമുണ്ടായി. ഗീതേ, ഞാനാണ് ഇതിന് ഉത്തരവാദി. ഇത്ര നല്ലൊരു ചെറുപ്പക്കാരി പെണ്ണ് വയസ്സായ ഒരാളെ വിവാഹം കഴിക്കുന്നത് എന്തിനാണെച്ചാ? അത് പണത്തിന് വേണ്ടി മാത്രം. ഇതെല്ലാം ശോഭയുടെ സ്വത്താണ്. എന്തിനാ കള്ളം പറയുന്നത്? ഞാനീ സ്വത്തിൽ പങ്കു ചോദിക്കാൻ വരുന്നില്ല. മോളെ, ഞാൻ പറയുന്ന സത്യമാണ്, വിശ്വസിക്കുക. അമ്മയുടെ സ്വത്താണെന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? സത്യം പറയാൻ നിങ്ങൾക്കുള്ള ധൈര്യം അച്ഛനെയും കുറച്ച് പഠിപ്പിച്ചാ കൊള്ളാം. ആ പിന്നെ, ആദ്യത്തെ ഭാര്യ ഓടിപ്പോയെന്ന് ഒരു ചീത്തപ്പേരുണ്ട്. രണ്ടാമത്തെ ഭാര്യയും ഓടിപ്പോകാതെ സൂക്ഷിക്കാൻ നല്ലത്. സാരമില്ല, എന്നെ മനസ്സിലാക്കി വരുമ്പോൾ എല്ലാം മാറിക്കൊള്ളും.